2023 ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ നടന്ന ആക്രമണത്തിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തുഫാനുൽ അക്സ എന്ന ആ ആക്രമണത്തിൽ ഇസ്രയേലിലെ നഹാൽ ഒയ്സെറ്റ് സൈനിക താവളം പിടിച്ചത് 65 പലസ്തീനികൾ ആണെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഗാസയിൽ നിന്നും 850 മീറ്റർ മാത്രം അകലെയുള്ള ഈ സൈനിക താവളത്തിലേക്ക് 65 പലസ്തീനികളാണ് 2023 ഒക്ടോബർ 7-ന് ആദ്യം എത്തിയതെന്ന് ഇസ്രയേലി സൈന്യത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പറയുന്നു. സംഭവ സമയത്ത് 162 ഇസ്രയേലി സൈനികർ ആ താവളത്തിലുണ്ടായിരുന്നു. പക്ഷേ അവർക്കാർക്കും ഈ 65 പലസ്തീനികളെ തടയാനായില്ല എന്നതാണ് അത്ഭുതം. 53 ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് കൂടുതൽ പലസ്തീനികൾ സൈനിക താവളത്തിൽ എത്തിച്ചേർന്നത്. അവർ 10 ഇസ്രയേലികളെ അറസ്റ്റ് ചെയ്ത് ഗാസയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നഹാൽ സൈനിക താവളത്തെക്കുറിച്ച് ഹമാസിന് നല്ല ധാരണ ഉണ്ടായിരുന്നു എന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഡ്രോണുകൾ വഴി ശേഖരിച്ച വിവരങ്ങളും ഇസ്രയേലി സൈനികരുടെ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വിവരങ്ങളെയുമാണ് ഹമാസ് സൈന്യം കൂടുതലായും ആശ്രയിച്ചത്. 2023 ഒക്ടോബർ 7-ന് പുലർച്ചെ 4 മണിക്ക് ഗാസയിലെ സുരക്ഷാ വേലിയിൽ എന്തോ വന്ന് തട്ടിയതായി ഇസ്രയേലി സൈനികർക്ക് വിവരം ലഭിച്ചു. അതറിഞ്ഞ് അവർ പെട്രോളിംഗ് തുടങ്ങാൻ പോകുമ്പോഴാണ് കടുത്ത മിസൈൽ വർഷം ആരംഭിച്ചത്. ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ട് 1000-ഓളം മിസൈലുകളാണ് ആ പ്രദേശത്തേക്ക് എത്തിയത്. 6:30 മണിക്ക് 2 ഹമാസ് സ്ക്വാഡുകൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് സൈനിക താവളത്തിൻ്റെ സുരക്ഷാ വേലികൾ പൊളിച്ചു നീക്കി. 2 സ്ഥലത്താണ് ഇവരിങ്ങനെ വേലികൾ പൊളിച്ചു മാറ്റിയത്. അതിനുശേഷമാണ് ആ സൈനിക താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കിബുട്സ് ഷഫാർ പ്രദേശം പിടിക്കാൻ പലസ്തീനികൾക്ക് വെറും 1 മണിക്കൂർ മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവരെ കണ്ടതോടെ നിരവധി ഇസ്രയേലി സൈനികർ ഓടി രക്ഷപ്പെട്ടുവെന്നാണ് പറയുന്നത്. 62 ജൂതന്മാരാണ് അന്ന് ആ പ്രദേശത്ത് കൊല്ലപ്പെട്ടത്. അതിൽ 5 സൈനികരും ഒരു രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥനും 18 പോലീസുകാരും ഉൾപ്പെടുന്നുണ്ട്. അന്ന് 19 പേരെ ഈ ആക്രമണത്തിന് ശേഷം ഹമാസ് കസ്റ്റഡിയിലെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിശദമായ റിപ്പോർട്ടുകൾ പുറത്തു വരുമെന്നും ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട്.